ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ സമോസൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഞാനിത് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു സമോസ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടെടുക്കുന്നുണ്ട്. ഞാനിവിടെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആട്ടപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഉപ്പ് പൊടിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിതിൽ ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഓയിലിന് പകരമായിട്ട് നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാൻ പാടില്ല. നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുത്തതാണെങ്കിൽ ഇതിൻ്റെ ടെക്സ്ചർ ചേഞ്ച് ആവും. നമുക്കിവിടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമോസയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഗോതമ്പ് പൊടിയിൽ ഓയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ആഗ്രഹിച്ച പോലത്തെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമോസ തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഓയിലും പൊടിയും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്നവരെ നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടി കയ്യിലെടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് നോക്കാം. ഇതുപോലെ ഷേപ്പ് ഹോൾഡായി കിട്ടുകയാണെങ്കിൽ നമ്മൾ മിക്സിങ് ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. വെള്ളം ഒട്ടും കൂടി പോകാൻ പാടില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം നമുക്ക് ഈ പൊടി കുഴച്ചെടുക്കാൻ. നമ്മൾ ചപ്പാത്തിക്ക് മാവ് റെഡിയാക്കി എടുക്കൂലേ, അതിനേക്കാളും കുറച്ചുകൂടി കട്ടിയിൽ വേണം നമുക്കിവിടെ മാവ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഗോതമ്പ് പൊടിയിൽ റവയോ മൈദയോ ഒന്നും ചേർത്ത് കൊടുക്കാണ്ടാണ് നമ്മളിവിടെ മാവ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിതിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാൻ ഏകദേശം 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു കട്ടിയിലാണ് ഇവിടെ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ട് ഇത് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുഴച്ചെടുത്ത മാവ് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു തുണി നനച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് സമോസക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മസാല തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു ചട്നി ഗ്രൈൻഡറിലേക്ക് 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കാണ്ട് വേണം നമുക്കിത് ക്രഷ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഞാനിതിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാതെ ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് വേണം നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമുക്ക് ഈ മസാല ഒന്ന് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പ്ലേറ്റിൽ ഞാനിവിടെ 2 പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റാം. ഞാനിതിവിടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതിൻ്റെ ശേഷം ഒന്ന് തണഞ്ഞ് കിട്ടിയതിൻ്റെ ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് മറ്റൊരു ടിപ്പും കൂടിയാണ്. നമുക്ക് വേണമെങ്കിൽ തലേ ദിവസം തന്നെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ പുഴുങ്ങിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. അപ്പം പിറ്റേ ദിവസം നമുക്കിതുപോലെ സമോസ ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ ജോലി എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാനിതിവിടെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 കപ്പ് ഫ്രോസൺ പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ പൊട്ടാറ്റോ സ്റ്റഫിങ് മാത്രമായിട്ടും സമോസ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ സ്റ്റഫിങ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയുടെ പച്ചമണക്കം മാറി കിട്ടുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. മസാല ഒന്ന് സ്ലൈറ്റായിട്ട് ഫ്രൈ ആയി കിട്ടുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ്ഡ് സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് നമുക്ക് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഗ്രീൻ പീസ് ഒന്ന് നമുക്ക് ചെറുങ്ങനെ ഒന്ന് മസാലയിൽ ഇട്ടിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രീൻ പീസ് ഒന്ന് സോഫ്റ്റായി കിട്ടണം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഗ്രീൻ പീസൊക്കെ ഹാഫ് കുക്ക്ഡ് തന്നെയാണ്. എന്നാലും ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയാൽ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അധിക സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ഇത് സോഫ്റ്റായി കിട്ടും. ഇനി നമുക്കിതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മൾ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് നേരത്തെ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം.
ഈ സമയത്ത് മസാല നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചൊന്ന് വെള്ളം കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വീണ്ടും നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ടിത് ഒരാവി വരുന്ന വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുറച്ച് നേരത്തിന് അടച്ച് വെക്കാം. ഇനി നമുക്ക് സമോസ ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങാം. നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ആട്ട ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്കിനി ഇത് ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിൻ്റെ ശേഷം നമുക്കിത് ഈക്വൽ പോർഷൻസിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഞാൻ ചെറിയ ചെറിയ പോർഷൻസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഉണ്ടകളാക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഉണ്ടകളാക്കിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കുറച്ച് പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നമുക്കിത് ഒരു ഓവൽ ഷേപ്പിൽ വേണം പരത്തിയെടുക്കാൻ. ഇപ്പം കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിൽ വേണം കേട്ടോ നമുക്കിത് പരത്തിയെടുക്കാൻ. ഇനി നമുക്ക് ബാക്കിയുള്ള ഉണ്ടകളും ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. എല്ലാ ഉണ്ടകളും നമുക്കിതുപോലെ ഓവൽ ഷേപ്പിൽ തന്നെ വേണം പരത്തിയെടുക്കാൻ. ഇനി നമുക്ക് ഈ പരത്തിയെടുത്ത ഉണ്ടകളൊക്കെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമുക്കിത് ഈക്വലായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നടുവിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഇതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് വെള്ളം തടവി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇതുപോലെ വേണം നമുക്ക് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ഒരു കോൺ ഷേപ്പിൽ വേണം നമുക്കിത് ഫോൾഡ് ചെയ്തിട്ടെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. അധികം ഫില്ലിംഗ് വെച്ച് കൊടുത്തതാണെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പം ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഇതിൻ്റെ ഈ ഒരു ഭാഗം നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്ക് ഈ സൈഡിലൊക്കെ ഒന്ന് വെള്ളം തടവി കൊടുക്കാം. നമുക്കിപ്പോൾ ഇതിലേക്ക് മൈദപ്പൊടിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് വെള്ളം തന്നെ തടവി കൊടുത്താൽ ഇത് ശരിക്കും ഒട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പം നമുക്കിതുപോലെയാണ് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഓരോ സമോസയും തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ബാക്കി പരത്തി വെച്ച മാവുകൊണ്ടും ഇതുപോലെ തന്നെ സമോസ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സമോസ ഷേപ്പാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. മാവൊട്ടും ലൂസാവാണ്ട് കുഴച്ചെടുത്തതാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സമോസ ഷേപ്പാക്കി എടുക്കാൻ പറ്റും. മാവ് ലൂസായി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഷേപ്പാക്കി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതാ നമ്മളിവിടെ ഓരോ സമോസയും ഷേപ്പാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷേപ്പാക്കി എടുത്ത സമോസയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ തുടങ്ങാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സമോസ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചതാണെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ വല്ലാണ്ട് അങ്ങോട്ട് കരിഞ്ഞു പോവും. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സൈഡും മുരിഞ്ഞു കിട്ടുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ആ സമോസയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സമോസ ഒക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ അവിടെ നമ്മൾ ഗോതമ്പൊടി വെച്ചിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സമോസ തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മൈദയോ റവയോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നാൽ തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ സമോസ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള സമോസയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചതാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ സമോസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് സമോസ സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമോസ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണേ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.